എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് ജൂതന്മാരുടെ ചരിത്രവും അവരുടെ കുടുംബവിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്നും ജൂതന്മാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെ പറയുന്നത്, കാലക്രമേണ ജൂതന്മാർ പല രാജ്യങ്ങളിലോട്ടായി എത്തിപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ കേരളത്തിലും ഉണ്ടായിരുന്ന ജൂതന്മാർ AD 52 തോമസ് ലീഹ വന്നിറങ്ങുമ്പോൾ ഇവിടെ ജൂതന്മാരുണ്ടായിരുന്നു, ജൂത കോളനി ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ ജൂത ക്രിസ്ത്യാനികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ ഇതിൻ്റെ റെഫറൻസ് വരുന്നത് മെയിൻലി വരുന്നത് ജൂതഭാരതം തന്നെയാണ്. ഡോക്ടർ എബ്രഹാം ബെൻഹറിൻ്റെ ജൂതഭാരതമാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ജൂത ക്രിസ്ത്യാനികൾ. കഴിഞ്ഞ ഒരുപാട് വീഡിയോകളിലൂടെ നമ്മൾ ജൂതരെക്കുറിച്ചും അവരുടെ ആചാരങ്ങളെക്കുറിച്ചും ഇത് മാത്രമല്ലാതെ അവരുടെ വിവാഹത്തെക്കുറിച്ചും വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം അവരുടെ പലായനത്തെക്കുറിച്ചും അവർ ഇന്ത്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ സ്ഥലങ്ങളിലേക്ക് കുടിയേറിയതിനെ കുറിച്ചും നമ്മൾ സംസാരിച്ചു. അവസാനം ചെയ്ത എപ്പിസോഡിൽ പറഞ്ഞത് ജൂതവംശം ഇന്ത്യയിലേക്ക്, അതിൽ തന്നെ അതുകൂടാതെ ചൈനയിലേക്ക് പോയതും തുടർന്ന് അവർ അവിടെ നിന്നും ജപ്പാനിലേക്കും കൊറിയൻ പ്രദേശത്തേക്കും മാറി താമസിച്ചതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിലെ ജൂത ക്രിസ്ത്യാനികളെ കുറിച്ചാണ്. ആരാണ് ജൂത ക്രിസ്ത്യാനികൾ? കേരളത്തിലാണ് ജൂത പാരമ്പര്യമുള്ള ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. അതിനാൽ നമുക്ക് കുറച്ച് ചരിത്രം പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കിനി AD 52 നൂറ്റാണ്ടിലേക്കാണ് നമുക്ക് പോകേണ്ടത്. കാരണം AD 52 തോമസ് ലീഹ അന്നത്തെ പ്രസിദ്ധ തുറമുഖ നഗരമായിരുന്ന മുസിരിസ് അഥവാ ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മാലിങ്കര എന്ന സ്ഥലത്താണ് തോമസ് ലീഹ ആദ്യമായി എത്തുന്നത്. മുസിരിസിൽ വരുവാനും പ്രത്യേക കാരണമുണ്ട്. ചില ചരിത്രകാരന്മാർക്കിടയിൽ തോമസ് ലീഹ ഇവിടെ വന്നിരുന്നു എന്നുള്ള കാര്യത്തിൽ തന്നെ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുന്ന ഒരുപാട് പോയിന്റ്സും ഇതിലുണ്ട്. തോമസ് ലീഹ മുസിരിസിൽ വരുവാനും പ്രത്യേക ഒരു കാരണമുണ്ട്. വിശുദ്ധ ഭൂമിയിൽ വെച്ച് തന്നെ അരാമിയ ഭാഷ സംസാരിക്കുന്ന ജൂതന്മാരെ കുറിച്ച് തോമസ് ലീഹയ്ക്ക് അറിയാമായിരുന്നു. BC 95 മുതൽ AD 48 വരെ അഫ്ഗാനിസ്ഥാൻ മുതൽ പഞ്ചാബ് വരെയുള്ള ഭൂപ്രദേശം അടക്കി ഭരിച്ചിരുന്ന രാജാവായിരുന്നു ഗോണ്ടഫോറസ്. ഗോണ്ടഫോറസിന്റെ രാജ്യത്ത് ജൂത കുടിയേറ്റക്കാരുണ്ടെന്നും ഉള്ള അറിവ് അദ്ദേഹത്തിന്റെ സുവിശേഷ യാത്രയിൽ വളരെ ഒരു പോയിന്റായിട്ട് അദ്ദേഹം കണ്ടിരുന്നതായിരുന്നു. വടക്ക് പടിഞ്ഞാറൻ മേഖല, അതായത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖല തെരഞ്ഞെടുക്കുവാനായിട്ട് ഇതിനൊരു പ്രത്യേക ഒരു കാരണമായിരുന്നു. കൂടാതെ അന്നത്തെ കാലത്ത് ഒരു ഐതിഹ്യം ശക്തമായിരുന്നു. യേശു ജൂതരുടെ നഷ്ടപ്പെട്ട ഗോത്രങ്ങളെ തേടി ഇന്ത്യയിലേക്ക് വന്നിരുന്നു എന്നുള്ളതാണ് അത്. ഗോണ്ടഫോറസ് രാജാവിന്റെ സന്നിധിയിൽ അദ്ദേഹത്തെ സ്വീകരിച്ചത് ഒരു ജൂത ബാലികയായിരുന്നു എന്ന് നമുക്ക് കാണാം. അന്ന് ഗോണ്ടഫോറസ് രാജാവിന്റെ സന്നിധിയിൽ വന്ന ജൂതന്മാരും ഈ ജൂത ബാലികയും അരാമിയ ഭാഷ സംസാരിച്ചിരുന്നു. തോമസ് ലീഹയുടെ ആദ്യത്തെ സുവിശേഷ പ്രചാരണം ഇവിടെയുള്ള ജൂത സമൂഹങ്ങൾക്കിടയിലാണ്. അവിടെ നിന്നുകൊണ്ട് തന്നെ വിവിധ മാർഗങ്ങളിലൂടെ തക്ഷശില പരിസരത്ത് ജീവിച്ചിരുന്ന ജൂതഗോത്രങ്ങളിൽ പലതും ദക്ഷിണേന്ത്യയിലേക്ക് മാറി താമസിച്ചു എന്നുള്ള വിവരം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. മലബാർ എന്നും മുസിരിസ് എന്നും പേരിലുള്ള തുറമുഖ നഗരങ്ങളിലേക്കാണ് അവർ പോയിട്ടുള്ളതെന്നും തോമസ് ലീഹയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. കാലവർഷക്കാറ്റുകളുടെ സഹായത്തോടെ ഒരുപാട് കപ്പലുകൾ അക്കാലത്ത് അറേബ്യയിൽ നിന്നും ഈജിപ്തിൽ നിന്നും പേർഷ്യയിൽ നിന്നും മുസിരിസ് ലക്ഷ്യമായി പുറപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം അറിഞ്ഞു. ചെങ്കടൽ തീരത്തുള്ള ഹോർമുസ് തുറമുഖത്തു നിന്നും ഏകദേശം ഒരു വർഷം 120 കപ്പലുകൾ ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെട്ടിരുന്നതായി പറയപ്പെടുന്നുണ്ട്. ഇതെല്ലാം പുറപ്പെട്ടിരുന്ന കാലവർഷക്കാറ്റിന്റെ ഒരു ആനുകൂല്യം കൊണ്ടാണ്. കേരളത്തിൽ ഇടയ്ക്കിടെ പോയി വന്നിരുന്ന ഈജിപ്ഷ്യൻ അറബ് വ്യാപാരികളിൽ നിന്നും ഇവിടെയുള്ള ജൂത സമൂഹത്തെക്കുറിച്ച് ഒരുപാട് വിവരങ്ങൾ തോമസ് ലീഹയ്ക്ക് ലഭിച്ചു. തക്ഷശിലയിലേക്കും ബലൂചിസ്ഥാനിലെയും ജൂതന്മാരുടേതുപോലെ തന്നെ കേരളത്തിലും അരാമിയ ഭാഷയാണ് ജൂതന്മാർ ഇവിടെയും സംസാരിച്ചിരുന്നത്. AD 52 കേരളത്തിലെത്തിയ തോമസ് ലീഹ അവരോട് സംസാരിക്കാൻ അരാമിയ ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. അരാമിയ ഭാഷയുടെ മറ്റൊരു വകഭേദമായ സുറിയാനി ഭാഷയാണ് ഇന്നും കേരളത്തിലെ സെന്റ് തോമസ് ക്രിസ്ത്യാനികളുടെ ആരാധനാ ഭാഷ. AD 52 കൊടുങ്ങല്ലൂരെത്തിയ സെന്റ് തോമസ് യഹൂദ കോളനികളിലൂടെയും മറ്റും യാത്ര ചെയ്തു. യഹൂദരോടൊപ്പം ഹിന്ദു സമൂഹത്തിൽ നിന്നുമുള്ളവരെയും അദ്ദേഹം മതം മാറ്റി. അവരെ എല്ലാം ക്രിസ്ത്യാനികളായി മാറ്റുകയാണ് അദ്ദേഹം ചെയ്തത്. സംഘകാലഘട്ടത്തിന്റെ സമയത്താണ് സെന്റ് തോമസ് കേരളത്തിൽ പള്ളികൾ സ്ഥാപിക്കുന്നത്. സംഘകാലഘട്ടം എന്നത് 5 നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന കാലഘട്ടമാണ്.
അന്ന് കേരളം ഉൾപ്പെടുന്ന തമിഴ്നാട് ചേര, ചോള, പാണ്ഡ്യ എന്നീ 3 രാജവംശങ്ങളുടെ കീഴിലായിരുന്നു. ഇത് കേവലം രാജവംശം മാത്രമായിരുന്നില്ല, രാഷ്ട്രീയ സാംസ്കാരിക ശക്തി കൂടിയായിരുന്നു ഇവർ. അന്നത്തെ കാലത്ത് കാലവർഷക്കാറ്റിനെ അടിസ്ഥാനമാക്കിയായിരുന്നു, ആ ഒരു അനുകൂലാവസ്ഥ മുതലാക്കിയായിരുന്നു കപ്പലുകൾ കൂട്ടമായിട്ട് ദക്ഷിണേന്ത്യ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചിരുന്നത്. തിരിച്ചു പോകുന്നതും ഇതേ കാലവർഷക്കാറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. എന്നാൽ ആ ഒരു പോക്ക് ഡിസംബർ ജനുവരി മാസത്തേക്ക് ഒരു നിജപ്പെടുത്തിയിരുന്നു. കൊടുങ്ങല്ലൂരിൽ നിന്നും പാലക്കാട് വഴി കോയമ്പത്തൂരിലേക്ക് ഒരു വാണിജ്യപാത അന്നേ ഉണ്ടായിരുന്നു. ഇതേ വഴിയിലുള്ള പലയിടത്തും ജൂതന്മാരുടേത് സമാനമായ കല്ലറകളും പിന്നീട് ആ കല്ലറകളിൽ നിന്നും റോമൻ കാലത്തെ നാണയങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇതേ റൂട്ടിൽ ജൂത കോളനികൾ ഉണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്നു. ഇതേ കോളനികൾ വഴിയുള്ള യാത്ര സെറ്റ് ചെയ്തുകൊണ്ടാണ് സെന്റ് തോമസ് കൊടുങ്ങല്ലൂരിൽ നിന്നും മൈലാപ്പൂര് വരെ യാത്ര ചെയ്തത്. ജൂതന്മാർ റോമിലേക്ക് നടത്തിയ കയറ്റുമതികളെ കുറിച്ച് പ്ലീനി വിവരിക്കുന്നുണ്ട്. അത് സുഗന്ധദ്രവ്യങ്ങളും അത് കൂടാതെ കുരങ്ങ്, മയിൽ, ചന്ദനം, ആനക്കൊമ്പ്, തേക്ക് തടി ഇവയൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. ഇതെല്ലാം വന്നിരുന്നത് കോയമ്പത്തൂർ, പുതുമൽപേട്ട, പൊള്ളാച്ചി, മറയൂർ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ജൂത വ്യാപാരികളും കൊടുങ്ങല്ലൂരിലേക്ക് സാധന സാമഗ്രികൾ എത്തിച്ചിരുന്നത് ഈ ഒരു വഴി തന്നെയായിരുന്നു. പാലക്കാട്, ആലത്തൂർ, തൃശ്ശൂർ വഴി ആണ് കൂടുതലും വന്നിരുന്നത്. ഇവിടങ്ങളിലുള്ള ജൂത വ്യാപാരികൾ ഭൂരിഭാഗവും പിന്നീട് സെന്റ് തോമസിന്റെ സ്വാധീനം മൂലം ക്രിസ്ത്യാനികളായി മാറ്റപ്പെട്ടു. കൊടുങ്ങല്ലൂരിലെത്തിയ സെന്റ് തോമസ് പ്രവർത്തനം ശക്തമാക്കിയത് പാലിയൂരിലാണ്. പാലിയൂരിലെ ശങ്കരപുരി, കള്ളി, പകലോമറ്റം, കാളിയങ്കാവ് എന്നീ കുടുംബങ്ങളാണ് ഇന്ത്യയിൽ തന്നെ, ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ക്രിസ്തുമതം സ്വീകരിച്ചത്. ഈ കുടുംബങ്ങൾ നമ്പൂതിരിമാരായിരുന്നു എന്നൊരു വാമൊഴി പറഞ്ഞു കേൾക്കാം. പക്ഷേ AD 1-ാം നൂറ്റാണ്ടിൽ നമ്പൂതിരി എന്നൊരു ജാതി ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ തന്നെ അതേസമയം ബ്രാഹ്മണർ പോലും തുലോം കുറവായിരുന്നു. അത് തന്നെ പരശുരാമജനം എന്ന പേരിൽ കുടിയേറി പാർത്തവരായിരുന്നു. ആ ഒരു കാലത്ത് നമ്പൂതിരിമാർക്ക് കിട്ടുമായിരുന്ന സാമൂഹികപരമായ ഉന്നത സ്ഥാനം പിന്നീട് വന്ന കാലഘട്ടത്തിലും അവർക്കുണ്ടായിരുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഈ ഒരു വാമൊഴിയുടെ അടിസ്ഥാനത്തിൽ ക്രിസ്തുമാർഗം സ്വീകരിച്ച നമ്പൂതിരിമാരാണ് തങ്ങളെന്ന് സ്വയം മേനി നടിച്ചവർ ഉണ്ടാക്കിയ ഒരു കഥയാകുവാനേ ഇതിന് സാധ്യതയുള്ളൂ. മൈലാപ്പൂരിൽ വെച്ച് AD 72-ലാണ് ഒരു കുന്തപ്രയോഗത്താൽ കുന്തം ഉപയോഗിച്ച് സെന്റ് തോമസ് വധിക്കപ്പെടുന്നത്. AD 72 ആയപ്പോഴേക്കും ഇസ്രയേലിൽ യേശു എന്നൊരാൾ റോമാ സാമ്രാജ്യത്തിനെതിരെ കലാപമുണ്ടാക്കിയെന്നും അവനെ യഹൂദന്മാരുടെ ആവശ്യാർത്ഥം കുരിശിൽ തറച്ച് കൊന്നുവെന്നും യേശു രക്ഷകൻ ആണെന്ന് വിശ്വസിച്ചിരുന്ന ആ ഒരു വിഭാഗം ഉണ്ടാക്കിയ കലാപം അടിച്ചമർത്തപ്പെട്ടുവെന്നും അങ്ങനെ കലാപം ഉണ്ടാക്കിയവരെയും അവരുടെ ബന്ധുക്കളെയും ആ നാട്ടുകാരെ ഉൾപ്പെടെ റോമൻ സൈന്യം കൊന്നൊടുക്കിയെന്നും 10,000-ങ്ങളെതിരാൽ നാട് വിട്ടു ഓടിയെന്നും മൈലാപ്പൂരിലെത്തിയ പട്ടന്മാരും, അപ്പോൾ സെന്റ് തോമസ് ഈ സമയമായപ്പോഴും മൈലാപ്പൂരിലെത്തിയിരുന്നു, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പട്ടന്മാരും കൂടുതലായിട്ട് ഇത് അറിഞ്ഞിരിക്കണം. അപ്പോൾ പട്ടന്മാരോട് ഒരു ഇഴുകി ജീവിച്ചിരുന്ന ഒരു ജീവിതമായിരുന്നു അന്ന് ജൂതന്മാർ നയിച്ചിരുന്നത്. അവർ പൂണൂൽ വരെ ധരിച്ചിരുന്നു. ഇപ്പോഴും US-ലെ പല സ്റ്റേറ്റിലുമുള്ള ജൂതന്മാരിൽ ഒരു വിഭാഗം ഇപ്പോഴും പൂണൂല് ധരിക്കുന്നുണ്ട്. അത് ജൂതന്മാരുടെ ശൈലിയാണ് ശരിക്കും ആ പൂണൂല് വരുന്നത്. യേശുവിന്റെ ശിഷ്യനായ സെന്റ് തോമസും കുഴപ്പക്കാരനാണെന്ന് കണ്ട് വധിച്ചതാവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ചരിത്രകാരന്മാർ കൽപ്പിച്ചു കൊടുക്കുന്നത്. ഇതിന്റെ എല്ലാ റെഫറൻസ് വരുന്നത് ഡോക്ടർ എബ്രഹാം ബെൻഹറിന്റെ ജൂതഭാരതം എന്നൊരു ബുക്കിൽ നിന്നാണ് ഈ ഒരു റെഫറൻസ് വരുന്നത്. റോമ സാമ്രാജ്യത്തിലെ ക്രൈസ്തവ പീഡനത്തിന്റെ അലയൊലികൾ ഇങ്ങ് കേരളത്തിലും എത്തിയിരുന്നു. കൊടുങ്ങല്ലൂരിൽ താവളമടിച്ചിരുന്ന റോമൻ സൈന്യത്തിന്റെ സ്വാധീനം മൂലം കൊടുങ്ങല്ലൂരിൽ നിന്നും ക്രിസ്ത്യൻ സമൂഹങ്ങളും ജൂത കുടുംബങ്ങളും അങ്കമാലിയിലേക്കും കോട്ടയം കുറുവിലങ്ങാട്ടേക്കും കുടിയേറുകയും കാർഷിക വന വിഭവങ്ങളുടെ ശേഖരണവുമായി കഴിഞ്ഞു പോന്നു. അതിനു മുൻപ് ആദിമ ക്രൈസ്തവർ ചേരഭരണത്തിന് കീഴിൽ കൊടുങ്ങല്ലൂരിൽ സുഖമായി താമസിച്ചു വരികയായിരുന്നു. AD 345-ൽ കൊടുങ്ങല്ലൂരിൽ 72 കുടുംബങ്ങളുമായി ജ്ഞാനായ തൊമ്മനും വന്നിറങ്ങിയിരുന്നു. പിന്നീട് അതൊരു ജ്ഞാനായ വിഭാഗമായി കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിൽ അവർ അലിഞ്ഞു ചേരുകയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ജ്ഞാനായ തൊമ്മന്മാർ അവരുടെ സവിശേഷമായ ആ ശൈലി കാത്തു സൂക്ഷിക്കുന്നവരാണ്, പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അവര് തമ്മിൽ എന്താ പറയുക, അവരുടെ കുടുംബങ്ങൾ തമ്മിലാണ് അവർ വിവാഹം കഴിക്കുക. അവർ പുറത്തേക്ക് വിവാഹം കഴിച്ച് കാര്യങ്ങൾക്ക് കൊടുക്കില്ല. ക്രിസ്ത്യാനികളാണെങ്കിൽ തന്നെ പല വിഭാഗങ്ങളിലേക്കും അവർ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കില്ല.
അവിടെ നിന്നുള്ള പെൺകുട്ടികളെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചെടുക്കുകയുമില്ല. നാനായക്കാർ അങ്ങനെയാണ് കഴിഞ്ഞു പോരുന്നത്. ഇപ്പോഴും വളരെ ശക്തമായിട്ട് തന്നെ ജൂതന്മാരുടേത് പോലെ തന്നെ രക്തശുദ്ധി എന്നൊരു കാര്യത്തിൽ വളരെയേറെ വിശ്വസിക്കപ്പെടുന്നവരാണ് ഈ നാനായ ഫാമിലിക്കാർ. അവർ യാതൊരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു തറവാട്ട് പേരിന്റെ കുറച്ച് വകഭേദങ്ങളുണ്ട്. ഇപ്പോ നേരത്തെ പറഞ്ഞല്ലോ പകലോമറ്റവും കള്ളിയും അങ്ങനെ കുറച്ച് വകഭേദങ്ങളുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങളുടെ നമുക്കത് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് തന്നെ ജൂതഭാരതമാണ് ഇതിന് നമുക്ക് റെഫറൻസ് വരുന്നത്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ആദ്യമായി പരിശോധിക്കാൻ പോകുന്നത് ശങ്കരപുരി കുടുംബത്തെ കുറിച്ചാണ്. ശങ്കരപുരി കുടുംബം പ്രസിദ്ധി ആർജിക്കുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്ത് കുറുവിലങ്ങാട് ഗ്രാമത്തിൽ നിന്നാണ്. അപ്പോൾ അങ്കമാലിയിൽ നിന്ന് ശങ്കരപുരി അടക്കമുള്ള ക്രിസ്തു കുടുംബങ്ങൾ കടത്തുരുത്ത് വഴിയാണ് ഏറ്റുമാനൂർ എത്തുന്നത്. അപ്പോൾ അവരിൽ നിന്നും ശങ്കരപുരി ഈ മൂലകുടുംബത്തിൽ നിന്നും അകന്നു പോയതും വ്യത്യസ്ത പേരുകൾ അറിയപ്പെടുന്നതുമായ ചില കുടുംബശാഖകൾ ഈ ഒരു ജൂതഭാരതം എന്ന കൃതിയിൽ പറയുന്നുണ്ട്. അതിലൊന്ന് വരുന്നത് തെക്കേടത്താണ്, രണ്ടാമത്തത് ചോലപ്പള്ളി, വള്ളോപ്പള്ളി, തറപ്പേൽ, കൊഴുമ്പിൽ അഞ്ചാമതാണ് വരുന്നത്, കച്ചിറമറ്റം, പട്ടരുമടത്തിൽ, ആവിയിൽ, മടൈക്കുന്ന്, നമ്പുശ്ശേരി, ചെട്ടിയാക്കുന്ന്, മാപ്പിളപ്പറമ്പിൽ, കണ്ണന്തറ, മുട്ടത്ത്, 15ാമതായിട്ട് വരുന്നത് മുട്ടപ്പള്ളിയാണ്. മൂലാശ്ശേരി, അതായത് കുടക്കച്ചിറ എന്ന് ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ശങ്കുരിക്കൽ, അത് നാരക്കൽ നിന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. മാപ്പിളക്കുന്നേൽ പാലാന്ന് കൊടുത്തിട്ടുണ്ട്. മഞ്ഞക്കാട്ടിൽ, കദളിക്കാട്ടിൽ ബ്രാക്കറ്റിൽ മൂവാറ്റുപുഴ, അപ്പൊ മൂവാറ്റുപുഴ ഭാഗത്തായിരിക്കണം അവര്. വണ്ണക്കാട്ടിൽ, വലിയ വീട്ടിൽ, നിരവത്ത്, തേക്കുംകാട്ടിൽ, 25ആയിട്ട് പറയുന്നത് മുണ്ടക്കലാണ്. കിഴക്കേടത്ത്, ഇടക്കര, ആറ്റുപുറം, പൂവത്തുമൂട്, കൊച്ചുപറമ്പിൽ, താഴത്തേടത്ത്, വടക്കുനാട്ടുനിലം, തുണ്ടത്തിൽ, തറയിൽ, കുടിലിൽ 35ആണ് വരുന്നത്. നാട്ടുനിലത്തിൽ, കുമ്പളാട്ടുകുന്നേൽ, തയ്യിൽ, മലയപ്പറമ്പിൽ, പൂവന്തുരുത്തിൽ, ചേട്ടപ്പറമ്പിൽ, തേവരുപറമ്പിൽ, ചെമ്പിത്തറ, പാക്കിൽ, കുളത്തുങ്കൽ, 45ാമതാണ് കുളത്തുങ്കൽ വരുന്നത്. ചെറുവള്ളി, ചിറയിൽ, പെരുഞ്ചിറ, ചന്തത്തിൽ, എരിമറ്റം, പറയന്നിലം, കുറ്റിക്കൽ, അത് പുളിങ്കുന്ന് പ്രദേശത്താണ്. പഴയ പറമ്പിൽ, പണിക്കീരിയിടം, അത് കുടമാളൂർ ഭാഗത്താണ്. 55 വരുന്നത് ആവിയോടാണ്, കൊട്ടാരക്കര ഭാഗത്ത്. ഗണച്ചക്കാട്, അതായത് നമ്മുടെ ഇരവിപ്പേരൂർ ഭാഗത്ത്. പിന്നെ അങ്ങാടുപുറം, ചക്കാലയിൽ, ചാരോത്ത്, തെക്കേടത്ത്, കൈതവന, ശങ്കരമംഗലം, ശങ്കരത്തിൽ, താമരപ്പള്ളിയിൽ, തെക്കേടത്ത് 65ആണ് വരുന്നത്. പൊയ്കയിൽ, പീടികപ്പറമ്പിൽ, തെക്കേടത്ത്, വളവ് കയത്തിൽ, ശങ്കരപുരി, തെക്കേടത്ത്, എടത്വ, കണ്ടത്തിൽ പറമ്പിൽ, കുന്നുങ്കൽ, ആലപ്പുഴ ഭാഗം, വടക്കേക്കളം, ആലപ്പുഴ ഭാഗം, വലിയകുളം, ചങ്ങനാശ്ശേരി ഭാഗം, വെട്ടുതോട്ടുങ്കൽ, ഈരേത്ര, ഇട്ടിയാമ്പറമ്പിൽ, മുക്കാട്ടുതറ, കളത്തിൽ, പാത്തിക്കൽ, കണ്ണംകുളം, പഴയാറ്റിൽ, ആക്കരവീട്, വടക്കേക്കര, വലിയമ്പറമ്പിൽ, 85ആയിട്ട് വരുന്നത് തുറുമാലിലാണ്. പുത്തൻപറമ്പിൽ, മാലിയിൽ, ഇക്കരവീട്, കലമണ്ണിൽ, മണ്ണിശ്ശേരിൽ, നാലൂഴത്തിൽ, പള്ളിക്കൽ, വടക്കേ മണ്ണിൽ, വളവ് കയത്തിൽ, ചേറ്റുകണ്ടത്തിൽ 95ആണ് വരുന്നത്. എഞ്ചക്കൽ, പാലമൂട്ടിൽ, തെക്കേടത്ത്, തിരുവനന്തപുരം ഭാഗത്ത്, എബനേസർ, മണലോടി, ഈന്തനപ്രായം. അപ്പോൾ ഇത്രയും 101 ഈ ഒരു ശങ്കരപുരി കുടുംബത്തിൽ നിന്നും 101 വഴികളുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കുടുംബങ്ങൾ ഈ ഒരു പരമ്പര ശങ്കരപുരി കുടുംബത്തിൽ പെട്ടതായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇനിയുള്ളത് പകലോമറ്റം കുടുംബമാണ്. അപ്പൊ പകലോമറ്റം കുടുംബക്കാർ ശങ്കരപുരി, കള്ളിയാങ്കൽ എന്നീ കുടുംബക്കാരോടൊപ്പമാണ് അങ്കമാലി കടത്തുരുത്തി വഴി കുറവിലങ്ങാട് എത്തിച്ചേർന്നത്. അപ്പോൾ സെന്റ് തോമസിൽ നിന്ന് ഇവർക്കും പൗരോഹിത്യ പരിശീലനം കാര്യങ്ങളൊക്കെ ലഭിച്ചിരുന്നു. അപ്പോൾ അവരുടെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അവരുടെ ഒന്നാമതായിട്ട് വരുന്നത് കുറവിലങ്ങാട് മേഖല, ആലപ്പാട്, കൊച്ചുപുര, കോതനല്ലൂർ, പുത്തൂർ, പെരുവര പറമ്പിൽ, മുട്ടുച്ചിറ, മണലോടി, നസ്രത്ത് ഹിൽ, പൊട്ടനൂട്, കളത്തൂർ, വലിയ വീട്, കടപ്പൂർ, പുഴുവേലി, മുട്ടുച്ചിറ, നടക്കൽ, മുട്ടുച്ചിറ, മേച്ചേരിക്കുന്നിൽ, വെമ്പള്ളി,
കള്ളൂലിൽ പാലക്കാത്തളം. 2 ഏറ്റുമാനൂർ മേഖല തുണ്ടിപ്പറമ്പിൽ, കുടമാളൂർ, പാറയിൽ, അയ്മനം, ചൂണ്ടമാല, ചെറുവണ്ണൂർ, കീരങ്കേരി, ആർപ്പൂക്കര, കണ്ണമ്പാടം, അതിരമ്പുഴ, ചവറ, ആർപ്പൂക്കര. അയർക്കുന്ന മേഖലയിൽ കുളത്തിനിപ്രായിൽ, മറ്റക്കര, പുളിക്കലത്ത്, മറ്റക്കര, കുടശ്ശേരിൽ, അയർക്കുന്നം, അമരക്കാട്ട്, അമയന്നൂർ, മണ്ണന്നാൽ, ലാക്കാട്ടൂർ. 4 ഭാഗം വരുന്നതെന്ന് വെച്ചാൽ മൂവാറ്റുപുഴ മേഖലയിൽ പിട്ടാപ്പിള്ളിൽ, പെരുമ്പനാനി, വഴിത്തല, ആലപ്പാട്ട്, തൃക്കളത്തൂർ, പുന്നാട്, മൂവാറ്റുപുഴ ഭാഗം, പാലമറ്റം, എളവൂർ ഭാഗം, പാലമറ്റം കോതമംഗലം ഭാഗത്തുണ്ട് കേട്ടോ. പാലാ മേഖല വെട്ടുവഴി, കുറിച്ചിത്താനം, ചെമ്പോട്ടിക്കൽ, വളവൂർ, കട്ടക്കയം, കട്ടക്കയം, ചക്കമ്പുഴ, വട്ടമറ്റം, ചേർപ്പുങ്കൽ, പള്ളിപ്പുറത്ത്, മരങ്ങാട്ടുപള്ളി, മാമ്പറ, വാഴക്കൽ, രാമപുരം, കുളപ്പുറത്താഴെ, നെച്ചിക്കാട്ടി. അപ്പൊ ഈ മരങ്ങാട്ടുപള്ളി ഭാഗത്തൊക്കെ പള്ളിപ്പുറത്തുകാരൊക്കെ ഏകദേശം ഇവരാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് റെഫറൻസ് ഉണ്ട്, ജ്യോതി ക്രിസ്ത്യാനികളാണ്. കേരളത്തിലെ ജ്യോതി ക്രിസ്ത്യാനികളെ കുറിച്ച് ഡോക്ടർ എബ്രഹാം ബെൻഹറിന്റെ കൃതിയിൽ വന്നിരിക്കുന്നതാണ്. നമുക്ക് ഇതിൽ എഴുതി കൊടുക്കാനുള്ള ശങ്കരഗിരി കുടുംബത്തിന്റെ ഒരു വഴികളായിട്ടാണ് ഇവരൊക്കെ കണക്കാക്കപ്പെടുന്നത്. കോട്ടയം മേഖലയിൽ അമ്പലക്കാട്, കുറിച്ചി, വടശ്ശേരി, പുതുപ്പള്ളി, താഴെത്താട്, നാട്ടകം, വലിയമുണ്ടയ്ക്കൽ, പുതുപ്പള്ളി, മുല്ലശ്ശേരി, കൊല്ലാട്, ഏഴുപറയിൽ, കോട്ടയം ഭാഗത്ത് തന്നെയാണ്. പാമ്പാടി മേഖല കുടിലരിപ്പറമ്പ്, ഒഹിയ, മന്നം, പനയമ്പാല, തയ്യൽ, പാമ്പാടി, ഇതെല്ലാം ഈ ഭാഗത്താണ് വരുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് വരുന്ന മധ്യ കേരളത്തിൽ നിന്ന് പകലോമറ്റ കുടുംബശാഖകൾ ഇടുക്കി, പാലക്കാട് മേഖലയിലേക്കും മലബാറിലേക്കും 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ വൻതോതിൽ കുടിയേറിയപ്പെട്ടിരുന്നത് കണക്കാക്കപ്പെടുന്നുണ്ട്. കള്ളിക്കുടുംബം, അത് പിന്നുള്ളത് കള്ളിക്കുടുംബമാണ്. പള്ളിവീട്, പനങ്കുഴ, വലിയ വീട്ടിൽ തുടങ്ങി ഇതിലും വരുന്നുണ്ട്. ഏകദേശം ഒരു 67 കുടുംബക്കാർ വരുന്നുണ്ട്. അപ്പോൾ സമയം ഇല്ലാത്തതിന്റെ പേരിൽ എല്ലാ കുടുംബക്കാരുടെ പേരും നമ്മൾ വായിക്കുന്നില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കാം ഞാൻ. പിന്നെ കാളിയാങ്കൽ കുടുംബം, കാളിയങ്കാവ് എന്ന് പേരിൽ അറിയപ്പെടുന്ന കാളിയങ്കൽ കുടുംബം പാലിയൂരിൽ വെച്ച് സെന്റ് തോമസിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചാണ് ശങ്കരപുരി പകലോമറ്റം കള്ളി കുടുംബങ്ങളോടൊപ്പം ഇവരും ചേര രാജകൽപ്പനയനുസരിച്ച് പാലിയൂർ വിട്ട് 2-ാം നൂറ്റാണ്ടിൽ കുറുവിലങ്ങാട് ചേർന്നതായി പറയപ്പെടുന്നു. അപ്പോൾ കാളിയങ്കൽ കുടുംബത്തിന്റെ പ്രധാന ശാഖകൾ എന്ന് പറഞ്ഞിട്ട് ബാത്തോട്ടം, പ്രവിത്താനം, ഭരണങ്ങാനം, പുതുപ്പള്ളി തുടങ്ങി. പുതുപ്പള്ളി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ പണ്ടത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒരു മണ്ഡലമാണ് പുതുപ്പള്ളി. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നത്. പറ്റാനി, വടക്കേക്കര. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസായിട്ട് ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചേക്കാം, ഏറ്റവും അവസാനമായി ഞാൻ കാണിച്ചേക്കാം. കാരണം ഇത് മൊത്തം വായിച്ച് തീർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നടപ്പുള്ള കാര്യമില്ല. കാരണം ഈ ഒരു ഇത് തന്നെ 120 വരുന്നുണ്ട്. ഈ ഒരു ഇവരെ കാളിയാങ്കൽ കുടുംബത്തിൻ്റെ ശാഖകൾ 120 വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, ജൂത ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ ക്രിസ്ത്യാനികളുടെ ഭൂരിപക്ഷവും, സെന്റ് തോമസ് ക്രിസ്ത്യാനികളുടെ ഭൂരിപക്ഷവും ജൂത പാരമ്പര്യമുള്ളവരായിട്ട് ഈ ഗ്രന്ഥം വഴി നമുക്ക് മനസ്സിലാക്കാം. ഇതിന് ഒരു വഴിയാകുമ്പോൾ 2 സംസാരം ഉണ്ടാവുമല്ലോ, ശരിയാണ് തെറ്റാണ് 2 സംസാരം ഉണ്ടാവും. അപ്പോൾ ഇതിൽ ചരിത്രം അറിയാവുന്നവർ കമൻ്റ് ഇടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, ജൂത ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റുമായിട്ട് വരാൻ കഴിയട്ടെ എന്ന് ഞാനും സ്വയം ആശംസിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.